എത്താനായിട്ടുണ്ട്, ഇവിടെ ഇറങ്ങാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സമയം ആയിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് നേരം വൈകിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ പറഞ്ഞില്ല, തങ്ങളാപ്പ വെക്കാതെ തുടങ്ങിയില്ല. അത് നമ്മൾ അവർക്ക് കാണിക്കുന്ന ഒരു മദഹിന്റെ ഭാഗം തന്നെയാണ്. അവരിവിടെ പരിസരത്തുണ്ടെങ്കിൽ അവരെ കൊണ്ടേ തുടങ്ങും. ഇനി എൻ്റെ തലയിലേക്ക് ചിന്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിൻ എന്നെ കൊണ്ട് മാത്രമേ ഞങ്ങൾ തുടങ്ങുള്ളൂ. അത് റബ്ബിനുള്ള ഒരു ഖുർബാന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഖുർബാന. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഞങ്ങൾക്ക് ഇവിടെയല്ല അവിടെയും ഉടമസ്ഥൻ നീ തന്നെ ഖുർബാന. പിന്നെ വന്ന് പറഞ്ഞു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിയല്ലോ, ഞങ്ങൾക്ക് ലഭിക്കുന്നതൊക്കെ 7 മാർഗേണയാണെങ്കിലും നിന്നിൽ നിന്ന് മാത്രമല്ലോ. എല്ലാത്തിൻ്റെയും വഇമ്മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. അല്ലാഹുവാണ് തരുന്നത്, അല്ലാഹുവിനെ നമുക്ക് തരട്ടെ. ഖുർബാൻ ആരാധനകൾ കാര്യങ്ങൾക്ക് വേണ്ടി ഖുർബാൻ സമർപ്പിക്കുക ലോകത്തിന്റെ നിയമമാണ്, ശരിയാത്തിന്റെ നിയമം. വസ്ലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാന. സൂറത്തുൽ മാഇദ 27-ാമത്തെ വചനം. ഈ ഖുർബാനൊക്കെ സമർപ്പിച്ചത് എന്തിനാണെന്നറിയോ? ഒരു പ്രാർത്ഥന നടത്താൻ വേണ്ടിയാണ്. ഒരു പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഖുർബാൻ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ. ഇതുവരെ പറഞ്ഞ ഖുർബാന. ഇനി ആവശ്യം പറയുന്നത് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹു നമുക്കത് തരട്ടെ. എന്നതുപോലെ 5 ഖുർബാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഖുർബാൻ. ഏതാ പ്രാർത്ഥന? പരിശുദ്ധമായ ഫാത്തിഹയുടെ ഏറ്റവും മർമ്മമാണിത്. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഖുർബാൻ കൊടുത്തത്. അതൊക്കെ മുഖദ്ദിമാത്താണ്. നേരത്തെ പറഞ്ഞത് ഇതാണ് അടിസ്ഥാനം. അബ്ദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് തരണേ എന്ന് നമ്മൾ ചലോണം ചിന്തിക്കണം. ഇത് ഉമ്മുൽ അദ്ഇയത്താണ്, പ്രാർത്ഥനകളുടെ ഉമ്മ. ഒരുപാട് പ്രാർത്ഥന ഖുർആനിലുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. എന്നാൽ അതുപോലെയൊന്നുമല്ല, ഇത് ഉമ്മുൽ അദ്ഇയത്താണ്, പ്രാർത്ഥനകളുടെ മാതാവാണ്. എന്തുകൊണ്ട്? ഇത് ഉൾക്കൊള്ളുന്ന അധ്യായം ഉമ്മുൽ ഖുർആനാണ്. അപ്പോൾ ഇത് ഉമ്മുൽ അദ്ഇയത്താണ്. ഒരാൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. എന്തുകൊണ്ട് ഒരാൾ എന്ത് പ്രാർത്ഥന പറഞ്ഞാൽ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം, എങ്ങോട്ട് ശ്രദ്ധിക്കണം. പ്രാർത്ഥന എന്നാൽ ആവശ്യമാണ്. ആവശ്യം ഏറ്റവും പരമപ്രധാനമായതെന്താ? ഞാനിവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്നു, ഒരുപാട് സൗകര്യം എനിക്ക് വേണം. എന്നാൽ ഏറ്റവും അത്യാവശ്യമായ സൗകര്യം പ്രസംഗിക്കാൻ കഴിയലാണ്. എനിക്കൊരു ചെയറിട്ട് തന്നു, ഇന്ന് ചെയറില്ല എന്ന് പറഞ്ഞു, നിൽക്കണം എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയർ എടുക്കാൻ വേണ്ടി വന്നതല്ല. എൻ്റെ വീട്ടിൽ ഇതുപോലത്തെയോ ഇതിനേക്കാൾ നല്ലയുള്ള ചെയർ വാങ്ങാൻ എനിക്കൊക്കെ കഴിയും. അപ്പോൾ ചെയറിൻ്റെ ലക്ഷ്യമല്ല. ഒരു മേശ ഇന്ന് മേശയില്ല എന്ന് പറഞ്ഞു, മേശയില്ല എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. സാധാരണ ചായ കുടിക്കാൻ ചീരകവെള്ള ചായ എന്ന് ചോദിക്കാറുണ്ട് വേദന. എന്നാൽ ഏതായാലും ഇപ്പം 11 ദിവസം ആരും അത് ചോദിച്ചിട്ടുമില്ല. അല്ല, അങ്ങനെയാണ്. അതിന് കുഴപ്പമില്ല, അതിന് നേരമല്ല, അതിനും പ്രശ്നമില്ല. നേരെ മറിച്ച് നോക്കൂ നിങ്ങൾ. ഒരാൾ പറഞ്ഞു ഇന്നിവിടെ പ്രസംഗിക്കാൻ പറ്റൂല മൗലവീൻ. അത് വലിയ വിഷമാണ്. എല്ലാം ചെയ്തെന്നു. പ്രസംഗിക്കാൻ വന്നവന് ബിരിയാണി കൊടുത്തു, എല്ലാം ചെയ്തു, പക്ഷെ പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല. അത് അക്രമമാണ്. ബിരിയാണി കൊടുത്തില്ലെങ്കിൽ മര്യാദക്ക് കമ്മിയുള്ളൂ എന്നതുപോലെ. എന്തുകൊണ്ടെന്നാൽ ഒരു രംഗത്തേക്കൊരാൾ എന്തിനു വേണ്ടിയാണോ ആഗതനായത് അതാണ് അയാളുടെ പ്രധാന ആവശ്യം.
കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായില്ല, കുഴപ്പമൊന്നുമില്ല. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അതിലൊന്നും കുഴപ്പമില്ല, ഒക്കെ ഉണ്ടാവാതിരിക്കുക. എന്നാൽ അതൊക്കെ ആവശ്യമാണ്, പക്ഷെ അത് പരമപ്രധാനമല്ല. എന്നാൽ ഇഹ്ദിനസ്സിറാത്തൽ മുസ്തഖീം ഇത് പരമപ്രധാനമായ ആവശ്യം. എന്നുകൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ ഉദയം കൊള്ളത് അവന്റെ രംഗവേദിയായിട്ട് തീർന്നത്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ഹിദായത്തിന് വേണ്ടിയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഹിദായത്ത്. അതുകൊണ്ടാണല്ലോ ആരാധനകളൊക്കെ പിന്നെയാണ് ഖുർആൻ പറഞ്ഞത്, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അങ്ങനെ പറഞ്ഞത്. ഈ ലോകത്തെ ഏറ്റവും വലിയ കള്ളൻ വീട്ടിന്റെ മുന്നിൽ നിർത്തിയിട്ട ബസ് കട്ടുകൊണ്ടുപോയവനല്ല, അത് ഇൻഷൂർ കമ്പനി പകരം കൊടുക്കും. ലോകത്തെ ഏറ്റവും വലിയ കള്ളനാരാ? മുംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഅദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദുശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅൻ യഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനു തഅഖിലൂൻ ഹാദിഹി ജഹന്നം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു പിശാചാണ്. എന്തുകൊണ്ട്? പിശാച് സൈക്കിൾ കട്ട് കൊണ്ടുപോകുന്നവനല്ല, പിശാച് ഹിദായത്ത് കട്ട് കൊണ്ടുപോകുന്നവനാണ്. സൈക്കിൾ പ്രശ്നമല്ല, ഹിദായത്ത് ആവശ്യം. നല്ലോണം ചിന്തിക്കണം, നല്ലോണം മനസ്സിലാക്കണം. അല്ലാഹു നാഫിയായ നേരായ റൂട്ടിൽ ചിന്തിക്കണം മനുഷ്യന്റെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഹുദൽ ലിൽ മുത്തഖീൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഹിദായത്തിന് വേണ്ടിയാണ് ഖുർആൻ വന്നിട്ടുള്ളത്. ഇൽമ കിട്ടുന്നതൊക്കെ ഒരാൾക്ക് ഒരു പ്രശംസനീയമായ കാര്യമൊന്നുമല്ല. ഇൽമ അത്ര പ്രശംസിക്കാവുന്ന കാര്യമൊന്നുമല്ല. ഹിദായത്തിന്റെ സബീലിലുള്ള ഇൽമ മാത്രമേ പ്രശംസനീയമാകൂ. എന്തുകൊണ്ട്? വസ്ലു അലൈഹിം നബഅല്ലദി ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅസ്ബഅഹു അശ്ശൈത്വാൻ ഫകാന മിനൽ ഗാവീൻ വലൗ ശിനാഹു ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ ഫമസലുഹു കമസലിൽ കൽബ്. ഇൽമ അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇൽമ വലിയ കാര്യമാണെങ്കിൽ ഹബീബായ നബി ഇൽമിന് വേണ്ടിയല്ലേ ദുആ ചെയ്യേണ്ടത്? അങ്ങനെയല്ലല്ലോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. നാഫിഅ ഇൽമാണ്. എന്തിന് നാഫിഅ? ഹിദായത്തിന് നാഫിഅ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നല്ലോണം ചിന്തിക്കണം. ഹിദായത്തോ നീട്ടി പറയണില്ല, നേരല്ല, ഒക്കെ പറഞ്ഞൊരു മണിക്കൂർ പറയാനുണ്ട്, ഞാൻ പറയുന്നില്ല. ഹിദായത്ത് കുട്ടികളെ ഹിദായത്ത് കിട്ടണം, ഹിദായത്ത് കിട്ടണം. എല്ലാവർക്കും ഉണ്ട് ഹിദായത്ത് കിട്ടണം, പക്ഷെ എവിടെ കിട്ടും എന്നറിയില്ല. ഹിദായത്ത് കിട്ടണം, അല്ലാഹു തരട്ടെ. ഇരുട്ടിൽ കരിമ്പൂച്ചയർത്തപ്പുന്ന സംഘടനാ നേതാക്കന്മാർ കോഴിക്കോട്ടുണ്ട്. ഹിദായത്ത് എവിടെയാ കിട്ടുന്നത് എന്ന് ചിന്തിച്ച് ഓടി നടക്കുന്ന ആളുകളുണ്ട്, പ്രവർത്തകന്മാരുണ്ട്. ഹിദായത്ത് ലഭിക്കുന്നത് വഴിയിൽ മാത്രമാണ്. ഹിദായത്ത് വഴിയിൽ മാത്രമേ ലഭിക്കൂ.